വല പിടിച്ചാണെങ്കിൽ ഇരിക്കണല്ലേ വീഡിയോ. വെട്ടം വിളിച്ചൊന്നുമില്ലടേ, സൂര്യാസ്തം വെച്ച് ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. പലരെയും ഇങ്ങനെ പലയിടത്തും വെച്ച് കാണുമ്പോൾ പലരും ചോദിക്കും, എന്താണ് വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, വീഡിയോ ഒന്നും കാണാറില്ലല്ലോ. താഴെ ടി വിയുടെ മുമ്പ് ഇരുന്നപ്പോഴും കണ്ട വാർത്ത, നമ്മളവിടുത്തെ CPM ജില്ലാ സമ്മേളനത്തിൽ ഗോവിന്ദ മാഷിന് ആരോ എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പാർട്ടിയെ പറ്റി ഇപ്പം സഖാക്കന്മാർ തന്നെ ട്രോളി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഭൗതികവാദവും നിഷ്ക്രിയ പ്രഭുത്വവും കിഴങ്ങുമൊക്കെ കൂടെ എല്ലാം കൂടെ അവർക്ക് തന്നെ മതിയായിരിക്കുകയാണ്. ഈ പിണറായി വിജയനും ഈ സെക്രട്ടറിയും കൂടെ ഈ പാർട്ടി ഇവിടെ കൊണ്ട് നിർത്തും. അപ്പോൾ അത് കണ്ടിട്ടാണ് മോളിക്ക് അറിഞ്ഞിരുന്നത്. ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയപ്പം നമ്മളിനി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലേ, വല്ലാത്ത കിഴങ്ങൾ തന്നെ. ഒന്ന് രണ്ട് ഫോട്ടോകൾ ഞാൻ താഴെ കാണിക്കുക. ഈ പറഞ്ഞു പോണതിൻ്റെ കൂട്ടത്തിൽ ആദ്യം കാണാണ്ട് ഈ സാധനം എന്തരടേ, എന്തൊരു ഗ്ലൂക്കോസ് എന്തരെണ്ണ അണ്ണ ഇത് കാണണമെങ്കിൽ ഉണ്ടല്ലോ. അണ്ണൻ എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നത് ചാനലുകളിൽ വന്നിരുന്ന അഴിവണം? അണ്ണൻ എന്തിട്ട് ദിവസക്കൂലിയോ മാസക്കൂലി എന്തിനാണ്? ഇതേ കണക്കൊരു തൊലിക്കട്ടി പിടിച്ചൊരു സാധനം. ഈ ഇത് കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് നിങ്ങൾക്ക് മാസക്കൂലിയാണ് ദിവസക്കൂലി എന്തിനാണെന്ന് അറിഞ്ഞോട്ടോ. ചിലപ്പോൾ എന്തിന് പറഞ്ഞാൽ കൂടിപ്പോകും കേട്ടോ. വേറെ ഒരു ജോലിയില്ല നിങ്ങൾക്ക്. വല്ല മെഡിക്കൽ ചാർജ് വല്ല ഗ്ലൂക്കോസ് ഉള്ള മാറ്റി കലയിൽ കുടിച്ച് വയസ്സാം കാലത്ത് ഇരിക്കാൻ നോക്കി മാനം കിട്ട് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? പണം മാറിയാണ് അടുത്ത ആളെ കാണിച്ചു തരാം. ആണ്ട് അയ്യോ, ചെറുപ്പക്കാരൻ ഇലക്ഷന് നിർത്തുമെന്ന് പറഞ്ഞ് നിർത്തിയില്ല, രാച്ച് മാറ്റി. ഇപ്പോഴത്തെ പ്രധാന പരിപാടി ചാനലിൽ വന്നിരുന്നു ഗോവിന്ദ മാഷയും പിണറായി വിജയനെ ന്യായീകരിക്കുക എന്നുള്ളതാണ്. എടാ നിനക്ക് ഈ ചെറുപ്പത്തിൻ്റെ ഒരു ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണം നിനക്ക്. വല്ലാത്ത കഷ്ടങ്ങൾ തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്, അതാണ് അവസ്ഥ. ഇവിടെ അസ്തമിച്ച് ഇരുട്ടിൽ നടാം, വല കെട്ടണണ്ട. അതാണ് നിൻ്റെയൊക്കെ അവസ്ഥ. ഇവിടെ കിടന്ന് ഈ വല കെട്ടി ഇരുണ്ട്. അപ്പം മക്കൾ പോയി, അരുൺകുമാറെ പോയി, അടുത്ത ആൾ വരട്ടെ. അതുകൊണ്ട് അടുത്ത സാധനം ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. സഞ്ചാരമാണ് എപ്പോഴും. കുന്തത്തിൽ കയറി ശൂന്യാകാശത്ത് പോകും, തിരിച്ചു വരും. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആധികാരികതയൊക്കെ ചിറിയിൽ കൊണ്ടുവരാനാണോ പറഞ്ഞ് പുച്ഛവും ആധികാരികതയും കിഴങ്ങും എല്ലാം കൂടെ അവിച്ചെടുത്ത് മുഖത്ത് വയ്ക്കും. അടുത്ത അടിമ മാറി പോയി, അടുത്ത ആൾ വരട്ടെ. അയ്യോ, ഇങ്ങനെ ഇരുന്ന് കിണിങ്ങി ആര് തള്ളക്കുണ്ടെങ്കിൽ വിളിച്ചാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നോളൂ. ഒരു വക ചെവിയിൽ പഞ്ഞുമില്ല മറ്റൊന്നാണ് വന്നിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ. പേര് ജയിക്കും, ഒരു പ്രാവശ്യം പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിഞ്ഞിട്ട പേരാണ്. വല്ലാത്ത ന്യായീകരണ ജീവിയാണ്. ഞാൻ പറയണം, ഈ കാണിച്ച ഇനി ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് സൈഡ് ചെറുതായിട്ട് കാണിക്കുക. പറയാൻ വയ്യ, സൂര്യൻ അസ്തമിച്ച് ഇരുണ്ടിരുണ്ട് പോകണം, പിന്നെ എന്നെ കാണാൻ പറ്റില്ല, ഒന്നാമത് മനസ്സിലായില്ല. അപ്പോൾ പറയാം, ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം. ഞാൻ പറയാനുള്ളത്, ഇവിടെ ഈ കാണിച്ചവന്മാരെയൊക്കെ ഈ പാർട്ടി പ്രവർത്തകരൊന്നും ഇതൊരു സഹയാത്രികനാണ് കിഴങ്ങ്. വേറൊരെണ്ണം പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞ നോട്ടെ. അയ്യോ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട് ജയരാജണ്ണൻ, പ്രൊഫസർ എന്നാണ് പറയണത്. ഇതേ കണക്കൊരു എന്തിന് പറയേ. എടാ മൂവി താൻ കോളേജ് പ്രൊഫസർ, ആ പണിക്ക് വല്ല പോയി. എന്തിനാണ് ഇവന്മാരെ വന്നിട്ട് ന്യായീകരിച്ച് അഴിവണത്? പോട്ട് കൂടുതൽ തള്ളിക്കൊണ്ടുവന്നാൽ ഇരുട്ടിപ്പോവും. അപ്പോൾ ഞാൻ പറയണത്, ഈ കാണിച്ച മുതലുകളുണ്ടല്ലോ, ജയിക്കായാലും റഹീമായാലും, ഇതിനകത്ത് കുറേ ഉണ്ട്, അരുൺകുമാർ, ഇതിനകത്ത് CPM-നകത്തുള്ള യുവ നേതാക്കന്മാരാണ്. ഭാവി മനസ്സിലായില്ലേ? ഈ കിഴങ്ങുകളേക്ക് ചാനൽ ചർച്ചയിൽ കൊണ്ടുവരുത്തി ആവശ്യം. ഇവനൊക്കെ ഇനി ഏതെങ്കിലും ഒരു ഇലക്ഷൻ നിന്നാൽ ജയിക്കുമോ? രാഷ്ട്രീയ നിരീക്ഷകരെന്തിന് ഇടത് സഹായത്തിന് റജി ലൂക്കോസ് അണ്ണാ പട്ടി പുച്ചോണണ്ണാ. നിങ്ങളെ ഈ യൂട്യൂബ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം, CPM ട്രോളെന്ന് പറഞ്ഞല്ലോ. ഈ കണ്ട നിങ്ങളൊക്കെ അവസ്ഥയായിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. ഗതികെട്ട് വന്നിരുന്ന അഴിമണിയിരിക്കും കേട്ടാ. എന്നാലും വല്ലാത്തൊരു ദുരന്തം പിടിച്ച അവസ്ഥ തന്നെയാണ്. എന്തായാലും കുറച്ചുകളൊക്കെ എനിക്ക് പറയാൻ തോന്നി. സൂര്യൻ അസ്തമിച്ച് പോകണം. ചുമപ്പ് ചെങ്കടലിൽ അരിഞ്ഞില്ലാതാവൂ. ഈ കിഴങ്ങനെയൊക്കെ എടുത്ത് കള സംസ്ഥാന സെക്രട്ടറിയും പോട്ടെ. അപ്പോൾ ശരി.